ഹായ് മകളെ, നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ഒരു അടിപൊളി ചാപ്റ്ററാണ് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇന്റഗ്രേഷനിൽ തറവായിരിക്കുക, ഇന്റഗ്രേഷൻ അടിപൊളിയായിട്ട് ചെയ്യാൻ അറിയുക എന്നത് മാത്രമാണ്. ഈ ഒരു ചാപ്റ്ററിൽ പുതിയതായിട്ട് നമ്മൾ ഒന്നും പഠിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം, ഏരിയ ബൗണ്ടഡ് വിത്ത് എക്സ് ആക്സിസ്. ഓരോ ഫംഗ്ഷൻസ് ഉണ്ടാവും, ആ ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യാം. ആ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഗ്രാഫിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ഏരിയ വിത്ത് എക്സ് ആക്സിസ്, ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു പോർഷൻ ഉണ്ടാക്കുന്ന ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെ ചെയ്യാം? നമുക്ക് ഇന്റഗ്രേഷൻ ഉപയോഗിച്ച്. ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. ഇവിടെ വൈ എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ ആണ്, എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ y ക്യാൻ ബി, ഈ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മാറി മാറി വരും. അത് ചിലപ്പോൾ എന്തായിട്ട് മാറാം? ലൈൻ ആയിട്ട് മാറാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ. y ഈക്വൽ ടു നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ അറിയണം. അത് നമുക്ക് 3 രീതിയിലുണ്ട്. ഒന്നുകിൽ ഒരു പോയിന്റും ഒരു സ്ലോപ്പും തരും, നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് y കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അവിടെ നിന്നും നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ഇനി ചിലപ്പോൾ എന്ത് തരും? എക്സ് ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും തരും. അപ്പോഴും നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ ഈ ഒരു സംഭവം വെച്ച് കണ്ടുപിടിക്കാം. ഇവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? y ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കുന്നത്. റെഡി? ഇനി നമ്മൾക്ക് വരികയാണെങ്കിൽ ഇത് മാത്രമല്ല, ഇനി നമുക്കുള്ളത് ഏരിയ അണ്ടർ പരാബോള. പരാബോളയിൽ ചെയ്യണം. പരാബോളന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഓൾറെഡി പഠിച്ചതാണ്. വൈ സ്ക്വയർ ഈക്വൽ ടു 4x വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4x. 2 കണ്ടീഷനാണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളതും ഉണ്ട്. നമ്മളിപ്പോൾ ഏരിയ ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ് ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതേ കാണുന്നുള്ളൂ. ഇനി നമുക്കുള്ളത് എലിപ്സ് ആണ്. ഏരിയ അണ്ടർ എലിപ്സ്, അതിന് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. രണ്ടാമത്തത് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഈ 2 കേസിലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ്. ഇത് റീഅറേഞ്ച് ചെയ്ത് y ഈക്വൽ ടു എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ഡൺ. ഇനി നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇവിടെ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് അതാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളാണ്. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ഡയറക്റ്റ് നമുക്ക് തരും, അവിടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് ഈ ചാപ്റ്ററിൽ എല്ലാ ചോദ്യങ്ങളും ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് നേടാം.